വന്നിരിക്കുന്നത് മഞ്ഞ പരവതാനിയിലാണ്. ഈ ഇത് നോക്കിയേ, മഞ്ഞ പൂക്കളും അതിൻ്റെ കൂടെ കുഞ്ഞു മുള്ളുകളും. ഇത് ചെറിയ സ്ഥലത്തൊന്നുമല്ല, ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ കിടക്കുവാണ്. ഞങ്ങളൊരു ഗ്യാങ്ങായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനുണ്ട്, ടീനയുണ്ട്, ടീനയുടെ ഹസ്ബൻഡുണ്ട്, കൊച്ചുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ഗ്യാങ്ങായിട്ട് വന്നിരിക്കുവാണ്. ഇത് റാണിക്ക് ഡ്യൂട്ടിയാണ്, റാണിക്ക് വരാൻ പറ്റിയില്ല. ഇന്നത്തെ ഈ പൂവിൻ്റെ പേര് ടീനയ്ക്ക് അറിയായിരിക്കും. എന്തായാലും എനിക്കറിയായിരുന്നു. ഗോർസ്, GORS എന്നാണ് ഈ പൂവിൻ്റെ പേര്. മഞ്ഞ പൂവാണ്. ഇതിൽ നിറയെ മുള്ളുണ്ട്. ഇതിലെയും മുള്ളുണ്ട്. പക്ഷെ പൂവിനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അല്ലേ? ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലേ നമ്മൾ വന്ന സ്ഥലം? ന്യൂ ഫോറസ്റ്റ്. ഇവിടെ ഒരുപാട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത്. ആളുകൾ വിശ്രമിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷമൊന്നും ഈ പൂക്കളുണ്ടെങ്കിലും ഇത്രയും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഒരു കണ്ണിൽ പെട്ടിട്ടില്ല. ഈ വർഷം നിങ്ങളെ കൂടി കാണിക്കാനായിട്ടായിരിക്കും ഇത്രയും. ചേച്ചി ചാനൽ തുടങ്ങിയതും പൂക്കൾ ആരംഭിച്ചിരിക്കുന്നു. കുറേ പൂക്കളായിരുന്നു. ഇത് മാത്രമല്ല, ഇത് നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, പാടങ്ങൾ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണെന്ന് പറയില്ല, അതുപോലെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ അങ്ങ് കിടക്കുവാണത്. നിറയെ ഉണ്ട്. അയ്യോ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇന്നുണ്ണി ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് ഫോൺ കോളുകളും രണ്ടുപേരുടെയും മൊബൈലിലേക്ക് ഒരുപാട് നിറയെ മെസ്സേജസ് ഒക്കെ വന്നു. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീനിയേഴ്സായ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചനുജത്തിമാരോടും അനുജന്മാരോടും ഒക്കെ പറയാനുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ജീവിതത്തിൽ ഹെൽത്താണ്. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് ബാക്കി എന്ത് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്, അതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യങ്ങളും നാളേക്കിന് വേണ്ടി മാറ്റി വയ്ക്കരുത്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. കൂടെയുള്ളവരെ എൻകറേജ് ചെയ്യുക. അതിന് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ടീനയുടെ ഹസ്ബൻഡ് റെയ്നോൾഡ് എന്നാണ് പേര്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണ ഞങ്ങളുടെ കൊളീഗും കൂടിയാണ്, നേഴ്സാണ്. ഫിറ്റ്നസ് ട്രെയിനറായിട്ട് അതിൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരുപാട് പേർക്ക് അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും റെയ്നോൾഡിനെ കൊണ്ട് നമുക്ക് രണ്ട് വാക്ക് പറയിപ്പിക്കാം അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ഹെൽത്ത്. എല്ലാവരും ഹെൽത്ത് നോക്കണം. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴേ എപ്പോഴും പോയി കഴിക്കാതെ പറ്റുന്ന സമയത്തൊക്കെ വീട്ടിൽ തന്നെ ഭക്ഷണം വെക്കുക. ഒരുപാട് കെമിക്കലുള്ള പദാർത്ഥങ്ങളൊക്കെ പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക. ചോറ് കുറയ്ക്കുക. എണ്ണയിൽ വറുത്തതും പൊരിച്ചതൊക്കെ കഴിയുന്നതും കുറയ്ക്കുവാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് പോവാം. അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ, ചെറിയ അസുഖങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് കേട്ടോ. അസുഖങ്ങളൊക്കെ വരാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് നോക്കാം. പിന്നെ യോഗ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ചേച്ചി, നാട്ടിലുള്ള ചേച്ചി ആനി ചേച്ചി യോഗ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യോഗ പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ചേച്ചി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ചേച്ചി ഒരുപാട് പേര് ചാനലിൻ്റെ അടിയിലെ നമ്പർ നമ്പർ ഇടാം. ചേച്ചിയുടെ നമ്പർ ഇടാം. നമുക്ക് എന്താ പറയുക, എല്ലാവരും പറയുന്നത് പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, എല്ലാവർക്കും അഫോർഡബിൾ ആണ്. അപ്പോൾ ആനി ചേച്ചി ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടീനയുടെ ഹസ്ബൻഡാണ് റെയ്നോൾഡ്. ഫിറ്റ്നസ് ട്രെയിനറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ജനറലായിട്ടൊന്ന് പറയുമായിരുന്നു. ഇന്ന് ഉണ്ണിച്ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഏറ്റവും വലുത് ഹെൽത്താണ്. അപ്പം റെയ്നോൾഡിന് അതിനെപ്പറ്റി രണ്ട് വാക്ക്. നമ്മുടെ ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു ഡയബറ്റിക് ഉള്ളൊരു പേഷ്യൻറ്റിന് ഒരുമാതിരി ഷുഗറൊക്കെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു മെഡിസിൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഷുഗർ കുറയുന്നില്ല. അപ്പം അത് നമുക്ക് എക്സസൈസിലൂടെയും പിന്നെ ആഹാര പദാർത്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ ഡയബറ്റിക്? ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഭക്ഷണം കൺട്രോൾ ചെയ്യണം. ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ചില സമയത്ത് നമുക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. അപ്പം അങ്ങനെ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എക്സസൈസ് കൂടുതൽ ചെയ്യാം. അപ്പോൾ അതിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് ഇതുപോലെ നടക്കാൻ പോകുക എന്നുള്ളത്. അപ്പോൾ പറയുവാണെങ്കിൽ നമുക്കൊരു 10,000 സ്റ്റെപ്പ് ഒരു ദിവസം നടക്കാമെന്ന് പറഞ്ഞു. 10,000 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടുതലല്ല, കേൾക്കുമ്പോൾ ഒത്തിരി ആയിട്ട് തോന്നും. പക്ഷേ അത് നമുക്കൊരു അരമണിക്കൂർ, മുക്കാൽ മണിക്കൂർ നടന്നാൽ ഒരു 10,000 സ്റ്റെപ്പ്
ഒരു ദിവസം നടക്കാൻ പറ്റും. നമുക്ക് മൊബൈലിൽ അതിന്റെ ആപ്പ് നമുക്ക് സ്റ്റെപ്പ് കൗണ്ടർ ഉണ്ട്, ഈസി ആയിട്ട് എല്ലാ ഫോണിലും ഉണ്ട്, സ്റ്റെപ്പ് കൗണ്ടർ ഉണ്ട്. പിന്നെ അതിൽ ഒരു പ്രത്യേക ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നമ്മൾ നടക്കുമ്പോൾ ഇച്ചിരി സ്പീഡിൽ നടക്കും. അപ്പം നമുക്ക് കൂടുതൽ നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ഗ്ലൂക്കോസ് ഇങ്ങനെ ബേൺ ആയിക്കൊണ്ടിരിക്കും നമ്മൾ കുറച്ച് സ്പീഡിൽ നടക്കുമ്പോൾ. അപ്പം നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അതൊരു വഴിയാണ്. ഇപ്പം നമുക്ക് തീരെ പറ്റുന്നില്ല ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ എന്താണ് കൂടുതൽ നമ്മൾ കുറയ്ക്കേണ്ടത്? ഡയബറ്റിക് ഉള്ള പേഷ്യന്റ് ശരിക്കും മധുരമുള്ള സാധനങ്ങൾ ഫസ്റ്റ് കുറയ്ക്കണം. അത് കഴിഞ്ഞിട്ട് അന്നജമടങ്ങിയ ചോറ് അതുപോലത്തെ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം മധുരിക്കുന്ന പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങൾ പകുതിയുടെ പകുതിയാക്കണം. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ അന്നജം അടങ്ങിയ ചോറ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ ഏറ്റവും വില്ലനായിട്ട് വരുന്ന വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ വറുത്തതും എണ്ണയിൽ വറുത്ത സംഭവങ്ങൾ, അത് ഹൈ കലോറി അടങ്ങിയ ഭക്ഷണങ്ങളാണ്. അപ്പം അത് നമ്മൾ ഒഴിവാക്കണം. വളരെ കുറച്ച് കഴിക്കണം, വയലിൽ മാത്രം. പക്ഷെ നമ്മൾ അതിലൊരു ഐഡിയയും കൂടി, ഇങ്ങനെ കഴിച്ചെന്നിരിക്കട്ടെ, കഴിച്ചാൽ പോലും നമ്മളത് ബേൺ ചെയ്ത് കളയണം. അതിന് പറ്റിയ ഏറ്റവും കുറച്ച് എക്സസൈസുകൾ ചെയ്യുക, നടക്കുക. അപ്പം അങ്ങനെ അപ്പം നമ്മളത് കൂടുതൽ വരുന്നത് നമ്മൾ ബേൺ ചെയ്ത് കളയുക. ബേൺ ചെയ്യുന്നില്ലെങ്കിൽ ഭക്ഷണം കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നമ്മളത് ഒന്ന് ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ. അതെ, ഞാനിപ്പോ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതുപോലെ എക്സസൈസിനെ കുറിച്ച് മുൻപരിചയമില്ലാത്ത ആൾക്കാർക്ക് അവർക്ക് വേണ്ട ഇൻഡക്ഷൻ, അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുക്കുന്നു. പിന്നെ അത് ഭാവിയിൽ അവർക്ക് തന്നെ അത് ചെയ്യാവുന്ന ഒരു രീതിയിൽ അവരെ പ്രാപ്തരാക്കി കൊടുക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ അതിനേക്കാൾ കൂടുതൽ റെയ്നോൾഡ് വിചാരിക്കുന്നത് നമ്മുടെ അവർക്കൊരു ബോധവൽക്കരണം. അതെ, ബോധവൽക്കരണമാണ്. കാരണം ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന നേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യാൻ അധികം സമയമില്ല. എന്നാൽ പോലും ഉള്ള സമയം പലർക്കും അത് ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ ഈ കൺസെപ്റ്റ് തുടങ്ങിയത്. നമ്പർ ഇതിലൊന്ന് കൊടുത്തോട്ടെ. നമ്പർ ധൈര്യമായിട്ട് നമുക്ക് നമ്പർ കൊടുക്കാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണല്ലോ. നമ്മുടെ ഈ യൂട്യൂബിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളും മറ്റുള്ളവർക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ബ്രിസ്ക് വാക്ക് എന്ന് പറയും. ബ്രിസ്ക് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കാര്യമായിട്ട് നമ്മുടെ ഷുഗർ ബേൺ ചെയ്ത്, ബ്രിസ്ക് വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒഴിച്ച് നടക്കും. നടക്കുമ്പോഴാണ് അത് ബ്രിസ്ക് വാക്കാണ്. നമ്മൾ പയ്യെ നടക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ബ്രിസ്ക് വാക്ക് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് ഗ്ലൂക്കോസ് ശരിക്കും ബേൺ ആവും. ഞങ്ങൾക്കിത് കണ്ടിട്ടും തീരുന്നില്ല. അത്രയ്ക്ക് ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലം ഈ പൂ മാത്രമായിട്ട് ഇങ്ങനെ കിടക്കുക. ഇതെങ്ങനെ ഇവർ നട്ടതാണോ അതോ ഇതിങ്ങനെ ഇത് തന്നെ പടരുന്നതാണോ എന്ന് മനസ്സിലാവണില്ല. മഴ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പോവും. പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴ ഉണ്ടായില്ല. അതുകൊണ്ട് പൂവുകളൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗി. ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ കാണാനും. പക്ഷെ നമുക്ക് തൊടാനോ പൊട്ടിക്കാനോ പറ്റില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണം കേട്ടോ. ഒരുപാടുണ്ട്. നോക്കി ഇതിങ്ങനെ ഇത് നമ്മുടെ നാട്ടിലേതോ ഉണ്ടല്ലോ ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ കുടിലൊക്കെ കിടക്കുന്ന ഒരു പൂക്കളുണ്ട്. പറയാൻ കിട്ടുന്നില്ല. ഒരു ഭംഗിയാണ്, നിറയെ ഉണ്ട് ഇത്. ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം ഇഷ്ടംപോലെ താഴ്വാരങ്ങളും മലകളും എന്താ പറയണത് എല്ലാം ഉണ്ട് ഇവിടെ. അതിനിടയ്ക്ക് ഒരു ആപ്പിൾ മരമാണത്. ആപ്പിൾ മരം പൂത്തിരിക്കുവാണ്. അതെ, നിറയെ പൂത്ത് എനിക്കൊന്നൊരു 2 വീക്സ് കഴിയുമ്പോഴത്തേക്കും ചെറിയ ആപ്പിൾ ഉണ്ടായി തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആപ്പിൾ ഉണ്ടായി കിടക്കുന്നത് കാണിക്കാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? 2 സൈഡിലും പൂക്കൾ. ഇതിങ്ങനെ ഒരു വനത്തിലേക്കൊക്കെ പോകണ പോലെയാണ് ഒരു ഫീലിങ്. ഞാനിവിടെ വന്നപ്പം കുറച്ച് കുതിരകളൊക്കെ കണ്ടായിരുന്നു. നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ തിരിച്ചു പോകുമ്പോൾ കാണുമായിരിക്കും. 2 സൈഡും നിറയെ പൂക്കളും മരങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു റബ്ബർ എസ്റ്റേറ്റ് പോലെ ഉണ്ടത് അല്ലേ ടീനെ? പോണ സമയത്തുണ്ടല്ലോ ഇവിടെ കുതിരകൾ ഉണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു വെള്ള കുതിര. അവിടെ 2 കറുത്ത കുതിരകൾ. പക്ഷെ ഇതിങ്ങനെ ഈ പൂവ് തിന്നുന്നുണ്ട് ടീനെ. തിന്നുന്നുണ്ടല്ലേ? ചെറുതായിട്ട് തിന്നുന്നുണ്ട്. പിന്നെ അത് ഈ സൈഡിലേക്ക് നോക്കിയേ, പാല് കുടിക്കുന്നു. ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ പാല് നോക്കിയേ. ശരിക്കും വണ്ടികളൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലേ ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയിൽ
എന്തായാലും അങ്ങനെ കുതിരയും കൂടി കിട്ടിയല്ലേ? അമ്മേ ഓടിക്കുന്നു. അറിയില്ല നമ്മുടെ അടുത്തേക്ക് ഓടുവാണേ. വരുന്നുണ്ട്. എന്ത് ഭംഗിയാ കാണാനല്ലേ? അതിന്റെ വാല് നോക്കിയിട്ടേ ശരിക്കും ഹോഴ്സ് റൈഡിനുള്ളതായിരിക്കും അല്ലേ? ഇതോ അത് പറഞ്ഞ കുഞ്ഞാണേ, നടുക്ക് വെക്കുന്ന കുഞ്ഞാണ്. ഓടുന്നു. എത്ര ഉണ്ടോ? ഇത്രയും നമ്മൾ കണ്ടിട്ടേ ഇല്ല അല്ലേ? രണ്ട് സൈഡിലുണ്ട്.